വാർത്തകൾ തുടരുന്നു. മേഖലയിൽ വെള്ളിയാഴ്ച വീശിയ കാറ്റിൽ വ്യാപക കൃഷിനാശം. അമരമ്പലം, മൂത്തേടം പഞ്ചായത്തുകളിലായി 1500ഓളം വാഴകൾക്കാണ് പ്രകൃതിക്ഷോഭത്തിൽ നാശം സംഭവിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റാണ് വീശിയിരുന്നത്. ഈ കാറ്റിൽ വൈകുന്നേരം 3:30ഓടെയാണ് അമരമ്പലം സൌത്ത് പകിടീരി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള കുലച്ച 300ഓളം വാഴകൾ ഒടിഞ്ഞു വീണത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് അമരമ്പലം കൃഷിഭവനു കീഴിൽ ടിഷ്യൂ നേന്ത്രവാഴ കൃഷി നടത്തിവരികയായിരുന്നു പ്രകാശ്. 2500ഓളം വാഴകളാണ് അദ്ദേഹം കൃഷി നടത്തിയിരുന്നത്. ഇതിൽ മിക്ക വാഴകളും ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന അവസ്ഥയിലെത്തിയവയായിരുന്നു. വാഴ ഒന്നിന് കൃഷി ചെയ്യുന്നതിന് 110 രൂപ വരുമെന്നും ഇതിൽ 40 രൂപ മാത്രമാണ് കൃഷിഭവൻ നൽകുന്നതെന്നും പ്രകാശൻ പറഞ്ഞു. ഇതിനാൽ 300ഓളം വാഴകൾ ഉപയോഗശൂന്യമായത് ഏറെ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കൃഷിഭവൻ, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കർഷകന്റെ നഷ്ടങ്ങൾ മനസ്സിലാക്കി വേണ്ട ധനസഹായം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് പ്രകാശന്റെ ആവശ്യം. പാട്ടത്തിനടുത്ത 2500 വാഴ, എത്ര വാഴ പോയി? ഒരു 350 വാഴയോളം, 25 രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. ഇനി കൃഷി വകുപ്പ് നല്ല സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. മൂത്തേടം പഞ്ചായത്തിലെ ചോളമുണ്ട, നമ്പൂരി പൊട്ടി, താളിപ്പാടം, മരുതൻകടവ്, ബാലംകുളം, കാരപ്പുറം, എറയന്താണ്ടി മേഖലയിലും ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസം വീശിയത്. ഇതിൽ മേഖലയിലെ വിവിധ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആയിരക്കണക്കിന് വാഴകളാണ് നിലംപതിച്ചത്. ചോളമുണ്ടയിലെ പാലോളി ഫാത്തിമയുടെ ഉടമസ്ഥതയിലുള്ള 7 മാസം പ്രായമായ 300ഓളം വാഴകളും വള്ളിക്കാപ്പറമ്പിൽ മൊയ്തീൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള 100ൽ പരം കുലച്ച വാഴകളും ഇതിൽ ഉൾപ്പെടും. കൃഷിനാശം വിതച്ച മേഖലയിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുനിൽ എന്നിവർ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC കേഡറ്റുകൾ പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നു. കുരുന്നുകൾ ഇതിനകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. സ്കൂളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായി രംഗത്തുണ്ട്. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC വിദ്യാർത്ഥികളാണ് ശ്രദ്ധേയമായ പ്രവർത്തനവുമായി രംഗത്തെത്തുന്നത്. ശ്രുതി പുന്നക്കാട് സംഘടിപ്പിച്ച രക്തദാന സേന രൂപീകരണത്തിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പാവപ്പെട്ട 10 കുടുംബങ്ങൾക്ക് ആഴ്ചയിൽ 1 തവണ അരി എത്തിച്ചു നൽകുന്ന തണൽ പദ്ധതി ഇതിന് ഉദാഹരണമാണ്. ഇതിനു പുറമെ പാലിയേറ്റീവുമായി സഹകരിച്ച് ഹോം കെയർ, രോഗികൾക്ക് 5000ഓളം മെഡിസിൻ കിറ്റ് നൽകൽ എന്നിവ ഇവരുടെ പ്രവർത്തനത്തിൽ ചിലത് മാത്രമാണ്. ഷാജഹാൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രംഗത്തു വരുന്നത്. വൈഷ്ണവി, ഹിബ, ശ്രീലക്ഷ്മി, അനശ്വര, അമീർ ഫായിസ്, ശ്രീജിത്ത്, വിശാഖ്, അനീഷ് കുമാർ, ഷിജിന ജേക്കബ്, ശ്രീകുട്ടി എന്നിവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 യൂണിറ്റായിട്ടാണ് JRC പ്രവർത്തിക്കുന്നത്. C ലെവലിലെ എക്സാം എഴുതിയ ഒരു വിഭാഗവും പിന്നെ 8-9 ക്ലാസ്സുകളിലെ മറ്റ് 2 വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ ആണ് ഈ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഹോം കെയറിന് പോകുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. മെഡിസിൻ കവർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മെഡിസിൻ കവർ എത്തിച്ചു കൊടുക്കും. നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുന്ന സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ക്യാമ്പ് നടത്തി. 2 ദിവസങ്ങളിലായി കളിക്കളം എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത്. പരിപാടി ജില്ലാ പോലീസ് സൂപ്രണ്ട് K. സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരസമിതി അധ്യക്ഷൻ മുജീബ് ദേവശ്ശേരി, വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ പാലോളി മെഹബൂബ്, കൌൺസിലർ രജനി രാജൻ, പ്രധാനാധ്യാപകൻ E. ഭാസ്കരൻ, പ്രിൻസിപ്പൽ അനിത എബ്രഹാം, ഡയറ്റ് ലെക്ചർ ബാബു വർഗീസ്, നാസർ മാട്ടുമൽ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിൽ സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെട്ട 8+1 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് 12 ക്ലാസുകളിലായി തിരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. വാനനിരീക്ഷണം, കവിതാ ക്യാമ്പ്, നാടൻപാട്ട് കളരി, നാടക കളരി,
നൃത്ത പഠനം, സംഗീത പഠനം, ഡോക്യുമെന്ററി നിർമ്മാണം, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ വിവിധ സെഷനുകളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. രക്ഷിതാക്കൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഡയറ്റ് ലെക്ചറർ ബാബു വർഗീസ് പറഞ്ഞു. സി ബാലഭാസ്കരൻ, ഉമ്മർ, പി ജംഷാദ്, ടി എസ് ഉല്ലാസ്, പി എം രമ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സബ്ഗുണ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ അഭിരുചി നിർണ്ണയിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പഠന സ്കാനും നടത്തി നമ്മൾ 14 ക്ലബ്ബുകൾ രൂപീകരിച്ചിരുന്നു. ഈ 14 ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും നമ്മൾ പ്രത്യേകമായ റിപ്പോർട്ട് നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെക്കേഷൻ കാലത്ത്, ക്രിസ്മസ് അവധി കാലത്ത് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് 2 ദിവസത്തെ ശില്പശാലയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഓരോ രംഗത്തും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. വളരെ ആവേശത്തോടെയാണ് കുട്ടികളും അധ്യാപകരും ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഈ ശില്പശാല ഏറ്റെടുത്തിരിക്കുന്നത്. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ സ്ഥാപകനും പണ്ഡിതനുമായിരുന്ന KT മാനു മുസ്ലിയാരുടെ 3ാം അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും നടത്തി. ദാറുന്നജാത്ത് പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഒഴുകിയെത്തി. ഇന്ന് രാവിലെ പ്രാർത്ഥനാ സദസ്സോടെയാണ് അനുസ്മരണ പരിപാടിക്ക് തുടക്കമായത്. മൗലീദ് പാരായണം, അനുസ്മരണ പ്രഭാഷണം, സിയാറത്ത് എന്നിവയാണ് നടന്നത്. രാവിലെ 9-ന് നടന്ന പ്രാർത്ഥനാ സദസ്സിൽ വിവിധ മഹലുകളിൽ നിന്നായി നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്ക് കുഞ്ഞാണി മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, പുത്തനഴി മൊയ്തീൻകുട്ടി ഫൈസി, സൈദാലി മുസ്ലിയാർ, ഒ കുട്ടി മൗലവി, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് എം ഉമ്മർ MLA ചടങ്ങുകളിൽ പങ്കെടുത്തു. AU അബ്ദുറഹ്മാൻ ഫൈസി അനുസ്മരണ പ്രഭാഷണം നടത്തി. നിലമ്പൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് പൊട്ടി വീണ് വീട് തകർന്നു. കല്ലേമ്പാടം രജനി നിവാസിൽ വീരന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടിയിട്ടുണ്ട്. വീടിന്റെ കിടപ്പുമുറിയുടെ മുകളിലാണ് തെങ്ങ് വീണത്. ഓടിനൊപ്പം തെങ്ങിലുണ്ടായിരുന്ന നാളികേരവും വീടിന് മുകളിലാണ് വീണത്. വീരന്റെ മകൾ ഷൈനിയും 2 വയസ്സുകാരിയായ മകൾ വൈഷ്ണവിയുമാണ് ഈ മുറി ഉപയോഗിക്കാറുള്ളത്. ഇവർ മുറിയിലേക്ക് പ്രവേശിക്കവെയാണ് തെങ്ങ് വീടിന് മുകളിൽ വീണത്. ഓടിന്റെ കഷ്ണം വീണ് ഷൈനിയുടെ തലയ്ക്ക് നിസ്സാരമായ പരിക്കേറ്റു. സമീപത്തെ വീട്ടുകാരുടെ പറമ്പിലെ തെങ്ങാണ് മുറിഞ്ഞു വീണത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. തെങ്ങ് ഇലക്ട്രിക് പോസ്റ്റിലൂടെ വീണതിനാൽ പോസ്റ്റ് മുറിയുകയും വൈദ്യുതി ലൈൻ പൊട്ടുകയും ചെയ്തു. വീരൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഹരിത വിപ്ലവത്തിന്റെ വിത്തിട്ട് വിദ്യാർത്ഥികൾ. NSS പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് അടുക്കള പച്ചക്കറിത്തോട്ടങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി പറമ്പ ഗവൺമെന്റ് UP സ്കൂളിലും പരിസരത്തെ വീടുകളിലുമാണ് ആദ്യഘട്ടത്തിൽ തോട്ടങ്ങൾ നിർമ്മിച്ചത്. കണക്കൻചോല ആദിവാസി കോളനിയിലെ വീടുകളിലും 50 അംഗ സംഘം അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ചു നൽകി. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി വരവ് കുറഞ്ഞതോടെ വില വർദ്ധിച്ചതും ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളിലെ വിഷാംശത്തിന്റെ കൂടുതലുമാണ് ഓരോ വീട്ടിലും അടുക്കളത്തോട്ടങ്ങൾ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് പ്രോഗ്രാം ഓഫീസർ K പവിത്രൻ പറഞ്ഞു. വീടുകളിൽ പച്ചക്കറി ലഭ്യതയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പ്രവൃത്തിയുടെ ലക്ഷ്യം. മൺമറഞ്ഞുപോയ കാർഷിക വൃത്തിയിലേക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവും പ്രവൃത്തിയുടെ പിന്നിലുണ്ട്. സ്കൂൾ അങ്കണത്തിലെ 1/2 ഏക്കറോളം സ്ഥലത്ത് വാഴയും പച്ചക്കറിയും വിളയിച്ചെടുത്തതിന്റെ അനുഭവ സമ്പത്തുമായാണ് സന്നദ്ധ പ്രവർത്തകർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയത്. സപ്തദിന ക്യാമ്പിന്റെ തീൻമേശകളെ സമൃദ്ധമാക്കിയതിൽ സ്കൂൾ അങ്കണത്തിലെ പച്ചക്കറിത്തോട്ടം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ശിവാത്മജൻ, PTA വൈസ് പ്രസിഡന്റ് CP സുബ്രഹ്മണ്യൻ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ET ഗിരീഷ്, K മനോജ്, PK വിവേക്, മൊഹസിന, വിഷ്ണുദേവി, വിജിന എന്നിവർ നേതൃത്വം നൽകി. ആഭിമുഖ്യത്തിൽ 400 യൂണിറ്റുകൾ കേരളം ഒട്ടുക്കും നടക്കുന്ന ഒരു സപ്തദിന ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പ് തുടങ്ങിയിരുന്നത് 26-ാം തീയതി തൊട്ട് ഈ ജനുവരി 1-ാം തീയതി വരെയാണ് നാളെ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് പച്ചക്കറി തോട്ടം നിർമ്മാണത്തിൽ. അതുകൊണ്ട് തൊട്ടടുത്തുള്ള നമ്മളിപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലും നമ്മൾ പോയി അന്വേഷിക്കുകയും അവർക്ക് വേണ്ട കൃഷി ഇറക്കുന്നതിന് വേണ്ട വിത്തുകളും അതുപോലെ കൃഷി നമ്മളെ കുട്ടികൾ ഓരോ ഗ്രൂപ്പുകളായി തരംതിരിച്ചുകൊണ്ട് പല വീടുകളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ചെയ്ത ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ SC/ST കോളനിയിൽ നമ്മൾ പോവുകയും അവിടെ ഒരു 7-8 വീടുകളിലെ കംപ്ലീറ്റ് പച്ചക്കറി തോട്ടം നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അവർക്ക് വേണ്ട വിത്തുകൾ അതിൽ നട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടവേള ഒരിക്കൽ കൂടി.